ട്രാവൽ ഡയറിയുടെ മീശിപ്പുലിമല ട്രക്കിംഗ് പാർട്ട് 5ലേക്ക് ഏവർക്കും സ്വാഗതം. മല ഇറങ്ങി വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളിലെ എല്ലാ ബഹളങ്ങളും ഒരു നിമിഷം നിശബ്ദമാവുകയായിരുന്നു. കടുവയുടെ കാൽപ്പാട് അതും അധികമായില്ല. ഇന്നലെ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി ആ വഴി കയറി പോയത്. ഈശ്വര, കാരണം എന്താ അറിയോ, ഇത് പതിഞ്ഞിട്ട് മഴയൊന്നും പോയി മഞ്ഞൊന്നും ആയിട്ട് അത് ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അധികമായിട്ടില്ല. കടുവയുടെ കാൽപ്പാട് ഒളിച്ചിരിക്കണമെങ്കിൽ പോലും അറിയില്ല. എന്നാൽ ഒരുമിച്ച് രണ്ട് സൗണ്ട് ഉണ്ടാക്കി വേട്ട ഉള്ളിൽ പോവാം. മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയത്തിന്റെ വേലിയേറ്റമാണ് ഉണ്ടായത്. ചുറ്റുപാടുകളെ നോക്കിയായിരുന്നു പിന്നീടുള്ള യാത്ര. ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ടാക്കി പുല്ലിൻ്റെ ഇടയിലെങ്ങാനും കടുവ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഞങ്ങളുടെ യാത്ര. ആ ഭയത്തിൻ്റെ ബഹളങ്ങളാണ് ആ കൈയും കാലും ഒക്കെ എടുത്ത് കാണിക്കുന്നത്. കോട ചുറ്റുപാടുകളെ നന്നായി മൂടുകയായിരുന്നു. മുന്നിലുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ടില്ലേ, കടുവയുടെ കാൽപ്പാടും കണ്ടു. ചുറ്റിലും പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കോടയുടെ ഇരുട്ടും കൂടെ കയറി വരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നത്. കാൽമുട്ട് വരെ പുല്ലുകൾ വളർന്നു നിൽപ്പുണ്ട്. മുത്തള്, അതിന് വേറെ പേര് പറയുമല്ലോ, വല്ലാരെ വല്ലാറി, കാട്ടുവല്ലാറി. ട്രെക്കിങ്ങിനിടയിൽ ഇത്രയും തെളിഞ്ഞ ഒരു അന്തരീക്ഷം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. വെയിൽ പൂർണ്ണമായി തെളിഞ്ഞ് നമ്മളെ എല്ലാ പ്രകൃതിയുടെ ദൃശ്യങ്ങളും കാണിച്ചു തരികയാണ്. നീലാകാശവും മേഘവും പൈൻമരങ്ങളും കുന്നുകളും ഒക്കെ ചേരുന്ന അതിമനോഹരമായൊരു ദൃശ്യത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അവിടെയും കൊടങ്ങൽ നമുക്ക് കാണാൻ പറ്റും. കാട്ടുകൊടങ്ങൽ, മുത്തിള്, വല്ലാറ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മരുന്നിന് നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷാവൽ ഡോക്ടർ അതാണ് വിളിച്ച് കാണിച്ചു തരുന്നത്. ചെറിയ ഇലകളാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ള കൊടങ്ങലിന് വലിയ ഇലയാണ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേ അകലൊരു കൊടി പാറിപ്പറക്കുന്നുണ്ട് കാറ്റിൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് വഴികളുള്ളതുകൊണ്ടേ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇവിടെ നിന്നാൽ മതി. അതെ, ഈ കൊടിയിൽ നിന്ന് എങ്ങോട്ട് പോകണം? അവിടെ നിന്നാൽ മതി. എന്തെങ്കിലും സംശയം ഇവിടെ നിന്നാൽ അപ്പം നമ്മൾ വരും. എന്തായാലും നമ്മുടെ പുറകിൽ ആളുണ്ടാവും. ഇനി ആളുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇടക്കിടയ്ക്ക് നിൽക്കും. നമുക്ക് ആൾക്കാരുടെ ഐ കോൺടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്. ഇനി എത്ര ദൂരം ഉണ്ട് നമ്മള്? ഇനിയിപ്പോൾ നമ്മൾ ഇനിയൊരു 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് ടഫല്ല. അതിലാണ് ഇവിടെ ഒരു ചെറിയൊരു കയറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ ഇറക്കും. മല കയറുന്ന സമയത്ത് നമ്മൾ ദൂരെ നിന്ന് ലവ് ലേക്ക് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മളത് വളരെ അടുത്ത് കാണുകയാണ്. അതിന് തൊട്ടടുത്തുകൂടിയാണ് നമ്മൾ നടന്നത്. ദുബായിലൊരു ലവ് ലേക്ക് ഉണ്ട്. ഇന്ന് നമ്മുടെ യാത്രയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോളൂ ഷാവിൽ ഡോക്ടറോട് പറയാനായിട്ട്. ഇന്നത്തെ നമ്മുടെ യാത്രയെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു യാത്രയായിരുന്നു. ഒരു ട്രക്കിംഗ് വൈബിൽ നമുക്ക് ഇത്ര ഒരു സീനറി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ, പുലിമല ഫസ്റ്റാണ്, മൂന്നാറും ഫസ്റ്റാണ്. ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള ഭംഗി നമ്മൾ നേരിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്കോട്ട്ലൻഡും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കാണുന്ന ഒരു പിക്ചർ ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. കൂടുതൽ ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കാൻ ഇനി വരും. വളരെ അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഈ അണ്ടർ ദ ക്ലൗഡ്സ് എന്നൊക്കെ പറയണ പോലെ ഈ ക്ലൗഡ്സിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് ആ മിസ്റ്റൊക്കെ ഇങ്ങനെ മേത്തടിച്ച് താടിയിലൊക്കെ അടിച്ച് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. നമുക്കത് ഫോട്ടോ എടുത്താൽ അങ്ങനെ അത്ര മനസ്സിലാവില്ല. നമ്മളിവിടെ വന്ന് ഫീൽ ചെയ്താലാണ് അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു ഫീല്. അപ്പോൾ യാത്ര അടിപൊളിയായിരുന്നു. ഇനിയും വരും, കൂടുതൽ ആൾക്കാരെയും കൊണ്ടുവരും. അല്ല, ഇത് നമ്മൾ നെക്സ്റ്റ് ഇയർ മുതൽ സാറില്ല. ഇനി ഇവിടെ പറഞ്ഞു, ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവരൊക്കെ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ. ഇവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. അപ്പൊ ആ നിർബന്ധത്തിന് വഴങ്ങി. അല്ല, നിർബന്ധിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം ചെറിയൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഉടനെ നമ്മള് ഉടനെ നമ്മൾ ലിവ് എനർജിയിൽ കയറി വളരെ ഇഷ്ടപ്പെട്ടു. വളരെ കയറി നല്ലൊരു അനുഭവമായിരുന്നു. തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ആയി എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്മൂത്തായി പോകും. സുഹൃത്തുക്കളുടെ സപ്പോർട്ടും കൂടെ ആയിരുന്നു. അപ്പൊ ഇനിയും വരും. ഇനി ഞാൻ വരാൻ ചാൻസ് പറഞ്ഞു. കാരണം അതിന്റെ കാരണം വ്യക്തമാക്കണം. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതെ അതെ, ഇനി വേറെ മറ്റ് മേച്ചിൽപ്പുറങ്ങൾ നമ്മൾ തപ്പിപ്പോണം. അത് റൈറ്റ് ആണ്. നമുക്ക് അടുത്ത ആൾക്കാരെ എടുത്ത് പോവാം. അതേ ഇരിക്കുന്ന 2 പേര്. താങ്കളുടെ ഞാൻ എടുക്കണോ?
പറഞ്ഞോ, എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ക്ലൈമറ്റും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം. ഇനി എങ്ങനെയാണ്? ഇനി വരുമോ? ഇനി തീർച്ചയായും വരും. കാരണം ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് ഫുള്ളായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് വയ്യാണ്ടാവലും ഇനി കുറച്ചും കൂടി ഫിസിക്കലി ഫിറ്റായിട്ട് തീർച്ചയായും ഇവിടേക്ക് തന്നെ വരും. അതെ, അപ്പം അതിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാട്ടുകാർ സന്തോഷം, അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് വന്നപ്പോഴൊന്നും ഇത്ര അടിപൊളിയായിരുന്നില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഇത്തവണയാണ് കുറച്ചുകൂടെ സ്റ്റൈലായത്. ഇത്തവണത്തെ കോടയും ഭയങ്കര ഫീലായിരുന്നു. മുമ്പ് വന്നപ്പോൾ മറ്റു ടൈമിൽ കുറേ കൂടെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു നമുക്ക് വ്യൂസ്. നമ്മൾ നടക്കുന്ന വഴിക്കുള്ള വ്യൂസാണ് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞ വട്ടം വരുമ്പോൾ കുറേ അധികം കാണാൻ പറ്റുമായിരുന്നു. ഇത്തവണ കോട മാറിയിട്ട് ചിലപ്പോഴൊക്കെ കാണുന്നുള്ളൂ. ആ കാണുന്ന സമയത്ത് ഭയങ്കര ഫീലാണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ 2 മുഖം കണ്ടിട്ടുണ്ട്. അതെ, 2 മുഖം. ഏത് മുഖം ഇഷ്ടപ്പെട്ടത്? ഓഫ്കോഴ്സ് ഇതാണ്. ഇത് ഭയങ്കര ഫീലാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ടൈമാണ് ഇതിൻ്റെ ടൈം. എല്ലാ ഹിൽ സ്റ്റേഷനും ആ ഒരു സമയത്ത് തന്നെ വിസിറ്റ് ചെയ്യണം. ഒന്നും പറയാനില്ല. നിർബന്ധമായിട്ട് ഇനിയും വരും. പറ്റിയ കെട്ടിയിട്ട് പിള്ളേരെ കൊണ്ട് അങ്ങനെ ആരുള്ളൂ. അപ്പോൾ ആദ്യം പറയണം മീശപ്പുലിമല പോകും. അല്ല, പറ്റിയ കെട്ടിയിട്ട് പിള്ളേരെ കൊണ്ടുവരും. നീലാകാശത്തെ സാക്ഷിയാക്കി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ. മടങ്ങിയൊരുവിലെ ഏക കയറ്റമാണിത്. ഇവിടെ കയറാൻ തുടങ്ങിയപ്പോഴത്തെ മസിലൊക്കെ പിടിക്കാൻ തുടങ്ങി. ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കണ്ടല്ലേ, നിന്നു പോവുകയാണ്, കയറാൻ പറ്റുന്നില്ല. മരക്കാലുകൾ പിടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാഗം ഓരോരുത്തർക്കും കഠിനമായിരുന്നു. ഇനിയും കയറ്റങ്ങളില്ല, ഇറക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് ഞങ്ങൾ മേഘങ്ങളെ തൊട്ടത്. നമ്മുടെ തൊട്ടടുത്ത് ക്ലൗഡ് ബെഡ്സ്. ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമാണ്. ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണിത്. കോടയ്ക്ക് അസൂയ കൂടിയെന്ന് തോന്നുന്നു ഞങ്ങൾ മേഘങ്ങളെ പ്രണയിക്കാൻ തുടങ്ങിയത്. ഉടനെ തന്നെ കോട എവിടുന്നോ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്ന് ക്ലൗഡ് ബെഡിനെ ഓടിക്കാൻ നോക്കുന്നത് പോലെയുണ്ട്. ഇതാണ് ഞങ്ങളുടെ നടപ്പാത. ചരലുകളും കൊച്ചു കല്ലുകളും പാകിയ ഒരു വഴി. പുല്ലുകൾക്കിടയിലൂടെ ഞങ്ങളെ മീശപ്പുലിമല വരെ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഞങ്ങളുടെ വഴി. അവിടെയാണ് ഞങ്ങൾ താമസിച്ച ഇടം. അവിടേക്കാണ് ഈ വഴി നീളുന്നത്. ഈ മേഘങ്ങളുടെ ഇടയിലൂടെ, കോടയ്ക്കിടയിലൂടെ അത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. കണ്ടില്ലേ, ഇപ്പോഴും കാറ്റ് നന്നായി പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ മർജിലി എന്ന് പറയുന്ന പൂക്കളൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, ചെടികൾ ആടിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, കാറ്റിപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. മടങ്ങിയൊരുവിൽ ഓരോരുത്തർക്കും ഓരോ മൂഡാണ്. ഡോക്ടർ ഷാബേൽ ആ പുല്ലുകൾക്കിടയിൽ ഏകനായി ഇരുന്ന് പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നു. ഡോക്ടർ യദുകൃഷ്ണ തൻ്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെയിലിനോടും മേഘങ്ങളോടും മഞ്ഞിനോടും പ്രകൃതിയോടും കാറ്റിനോടും ഒക്കെ വർത്തമാനം പറയുന്ന മാനസികാവസ്ഥയിലാണ് ഡോക്ടർ യദുകൃഷ്ണ. ഞങ്ങളിലേക്ക് മേഘങ്ങൾ നിറയുന്ന നിമിഷമാണിത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. മീശപ്പുലിമല കയറി മടങ്ങിപ്പോകുമ്പോൾ കയ്യിൽ ഒരു കുടന്ത പൂവുമായിട്ട് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളാണിത്. ട്രെക്കിങ്ങിൻ്റെ ഏതാണ്ട് അവസാന പാദത്തിലേക്ക് കടക്കുമ്പോഴാണ് താഴെ ഒരു വെള്ളക്കെട്ട് കാണുന്നത്. വേണമെങ്കിൽ അവിടെ ഇറങ്ങി കുളിക്കാം, പക്ഷെ അതൊന്നും അന്നാരും ചെയ്തില്ല. നിറയെ ചെറിയ മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് ആ ജലശേഖരത്തിൽ. അതോടൊപ്പം തന്നെ നമുക്ക് ആകാശവും നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നിമിഷം കൂടിയാണ്. കണ്ടില്ലേ, ക്ലൗഡ് ബെഡ്സ് ഇങ്ങനെ സുന്ദരമായ അനുഭവം തരുന്നു. നീലാകാശം തെളിഞ്ഞു വരുന്നു. ആ വെയിലിൻ്റെ ഒരു സന്തോഷം നമ്മളിലേക്ക് പകർന്നു തരികയാണ്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം കോൺക്രീറ്റ് തറയിൽ ഇങ്ങനെ കിടന്നു, ആകാശത്തെ നോക്കി. അല്പം ക്ഷീണം അവിടെ ഇറക്കി വെച്ചിട്ടാണ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയത്. മുംബൈ പോയവരൊക്കെ അവിടെ എന്തോ ഒരു കാഴ്ച കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കത് നോക്കാം എന്താണെന്ന്. അതെ, അവിടെ മ്ലാവിൻ്റെ എല്ലുകളാണ്. കടുവ കൊന്നു തിന്ന മ്ലാവിൻ്റെ എല്ലുകൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് വെച്ചായിരിക്കാം ആ കടുവ ആ ക്രൂരകൃത്യം ചെയ്തത്. കടുവയ്ക്കത് ക്രൂരകൃത്യമല്ല, തൻ്റെ വിശപ്പിനുള്ള ആഹാരമാണ് മ്ലാവ്.
അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങളെല്ലാവരും റോഡോമാഷിലേക്ക് നടന്നു. ഇനി ചെറിയ ദൂരമേ ഉള്ളൂ. 8 കിലോമീറ്റർ നടത്തം ഇവിടെ അവസാനിക്കുകയാണ്. ട്രക്കിംഗ് അവസാനിക്കുമ്പോൾ മനസ്സിൽ നിറയെ എന്നും ഓർക്കുന്ന കാഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ഈ ജീവിതത്തിൽ ഇവിടെ അനുഭവിച്ച കാറ്റ് ഞങ്ങളെ ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പുളകിതമായ നിമിഷങ്ങളാണ് കാറ്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വീഡിയോ ഇവിടെ തീരുന്നില്ല. അടുത്ത 2 ഭാഗങ്ങൾ കൂടിയുണ്ട്. വീഡിയോകളെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടി അയച്ചു കൊടുക്കണം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും കാണാം. സന്ദീപ് വരെ വണക്കം.